ഇന്ന് എൻ്റെ സ്വന്തം നാട്ടിലെ രണ്ടത്താണിയിൽ ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്യാൻ വന്നതാണ്, ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അതും ഇലക്ട്രോണിക്സ്. വർഷങ്ങളായി ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന, ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് വന്നതാണ്. അതിൽ ഇൻവെർട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ സുഹൃത്ത് ഫിറോസ് എൻ്റെ കൂടെ ഉണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ഇൻവെർട്ടർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് കൃത്യമായി കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഫിറോസ് എനിക്കത് എൻ്റെ പ്രേക്ഷകർക്ക് വൃത്തിയായിട്ട് പറഞ്ഞു തരണം. ഓക്കെ, എന്നാ വരി. ടെക്നിക്കൽ എഞ്ചിനീയർ വത്സരാജ് കൂടെ ഉണ്ട്. വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ് നമുക്ക് അതും ചോദിച്ചറിയാം. വരി, നമ്മളെ ലാബിലേക്ക് പോവാം. ഇവിടെ സർവീസ് മേഖല, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലാത്തതും സർവീസ് ചെയ്യൂലേ? എല്ലാം സർവീസ് ചെയ്യും. അപ്പൊ ആർക്കും ഇവിടെ ഇൻവെർട്ടർ കൊടുന്ന റിപ്പയർ ചെയ്ത് കൊടുക്കും. ഗ്യാരണ്ടി പീരീഡിലുള്ള അല്ലാത്തതും എല്ലാം ഇവിടുന്ന്. ഞങ്ങൾ ഡീലേഴ്സ് ഉണ്ടല്ലോ, ഞങ്ങൾ വിതരണം ചെയ്യുന്ന ഡീലേഴ്സിന്റെ കെയർ ഓഫിൽ അവർ കംപ്ലൈന്റ് ആയതുകൊണ്ട് അയച്ചു റിപ്പയർ ചെയ്യും. അതർ ഇൻവെർട്ടർ എല്ലാം ഇവിടെ നിന്നാണ് പാക്ക് ചെയ്തിട്ട് ഗോഡൌണിക്ക് മാറ്റും. ചെക്കിങ്ങുകൾ ഇവിടെ നടക്കും. ഇവിടെ നിർമ്മാണം, അസംബ്ലിങ്, അല്ലെയാണ് PCB സോൾഡറിംഗ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങാൻ നമുക്ക് കൺട്രോൾ ബോർഡ് ട്രാൻസ്ഫോമറിൽ നിന്ന് തുടങ്ങാം. ബൈൻഡിങ്ങും ഇവിടെ തന്നെയാണല്ലോ. ഓക്കെ, 1350 VA ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി പഠിപ്പിക്കാൻ പോണത്. ചുറ്റി തുടങ്ങാം. അപ്പോൾ 20 SW 320 ടേൺസ് പതിൽ നമ്മൾ ചുറ്റാൻ പോവാണ്. അപ്പോൾ ഇത് കോപ്പറിലും ചെയ്യുന്നുണ്ട്, അലുമിനിയലും ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളത് പാർട്ടിക്ക് അനുസരിച്ചൊക്കെ ഉണ്ടാക്കാം. യെസ്, അതിനുള്ള കോസ്റ്റും കൂടും. അതാണ്. ഓക്കെ, എന്താ തുടങ്ങിക്കോളെ. ഇത് എത്ര ടേൺസ് വരുന്നുണ്ട്? 9. വെറും 9 ടേൺസ്. 12 വോൾട്ടിൽ അല്ലേ? ആളുകളൊക്കെ വിചാരം പിന്നെ 12 വോൾട്ടിന് 12 വോൾട്ടിന്റെ ടേൺസ് ഇടണം എന്നാണ്. 1 വോൾട്ടിന് എനിക്ക് തോന്നുന്നു 1 ടേൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? 9 വോൾട്ടിന്റെ ടേൺസിലാണ് ഇടുക. അപ്പോഴാണ് 12 വോൾട്ട് റെഡി ആവുക. ആ കണക്കിലേക്കൊക്കെ പിന്നെ കിടക്കാം നമുക്ക്. 7.5 കണ്ട, 7.5 വോൾട്ടിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ 9 ടേൺസ് പറഞ്ഞത് 7.5 വോൾട്ടിനുള്ളതാണ്. ഇതിപ്പോ 2 തരം കോർ ഉണ്ടല്ലോ ഇങ്ങനത്തെ അല്ലേ? ഇതിനെന്താ പറയാ? എഫ് കോർ. അപ്പൊ എഫ് ആവുമ്പോ ഐ ഉണ്ടാവില്ല അല്ല മോനെ സെൽവരാജ്? ഐ ഉണ്ടാവില്ല. അപ്പൊ ഇതിന് ഐ ഉള്ളതാണ് നമ്മൾ ഇപ്പൊ ഇടാൻ പോണത് അല്ലേ? ഇ ആൻഡ് ഐ. ഓക്കെ, ഈ ഐ എവിടെ? ധരിക്കണുണ്ട്. ഓക്കെ, എന്നാ ഒന്ന് ഫിറ്റ് ചെയ്തോളി. ഇത് എത്ര സമയമാണ് ഇപ്പോൾ ഒരു ഫുള്ളാക്കണമെങ്കിൽ? ഏകദേശം എത്ര? 10 മിനിറ്റ് ഒരെണ്ണം ഫിറ്റ് ചെയ്യാം. ഈ കോറിന് എന്തോ സ്റ്റാൻഡേർഡ് ഒക്കെ പറയാറില്ലേ? NGO CRNGO പണ്ടത്തെ ഓർമ്മയ്ക്ക് പറയാം. ഇത് ഏതാ? CRNO ആണ്. കാരണം ഇതൊരു ലാമിനേഷൻ ഉണ്ടല്ലോ ഇതിന്റെ പുറത്തല്ലേ, ഒരു കോട്ടിങ് ഉണ്ട്. വിവിധ തരങ്ങളിലെ ക്വാളിറ്റിയിലെ സാധനം ഇറങ്ങുന്നുണ്ട്. അതെ, ഈ മെറ്റൽ അനുസരിച്ച് ട്രാൻസ്ഫോമറിന്റെ ക്വാളിറ്റി കൂടും കുറയൊക്കെ ചെയ്യും. അടുത്ത് നമ്മൾ വാർണിഷ് ചെയ്യാൻ പോവാണ്. കാണട്ടെ നെട്ടും ബോൾട്ട് ഇടുന്നതിന് മുമ്പ് വാർണിഷ് ചെയ്യല്. ഇങ്ങനെ എന്നിട്ടാണ് നെട്ടും ബോൾട്ട് ഇടല്. ഓക്കെ, എന്നാ ഇട്. നല്ലോണം മുക്കിയിട്ടേ. അപ്പോൾ നിറഞ്ഞ് മുങ്ങിക്കിടന്നു അല്ലേ? ഓക്കെ, എത്ര മിനിറ്റ് ഇങ്ങനെ ഇടണം? 5 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഇനി PCB അസംബ്ലിങ്ങിലേക്ക് നോക്കാം. നമുക്ക് PCB നിർമ്മാണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇവിടെ നിന്നാണ് അല്ലേ? ഇതാണ് നിങ്ങളുടെ സ്വന്തം iBlackന്റെ PCB അല്ലേ? ഇതോടെ സ്റ്റിക്കർ എന്താ പൊതു വരായിരിക്കും, കച്ചറ വരായിരിക്കും അല്ലേ? ഓക്കെ, ആദ്യം എന്തെങ്കിലും ചെയ്യലേ? ജമ്പർ ഇടൂ. എന്നിട്ടേ ജമ്പർ ഇട്. ഇത് പുള്ളി ജമ്പർ ഇട്ടത്. ഓക്കെ, ഇനി അടുത്ത എന്താ ഇതിലിടല്? IC ബേസ്. അതാരിടും? നിങ്ങൾ തന്നെ. ഓക്കെ, എന്താ അതേ തന്നെ ഇട്. IC ബേസ് ഇട്. നിങ്ങൾ ഡയോഡും റെസിസ്റ്ററും ഫിറ്റ് ചെയ്തു. IC സോക്കറ്റ് അവിടെ നിന്നും വെച്ചു അല്ലേ? ഓക്കെ, അതില് അവിടെയാണ്. ഓക്കെ, എന്നാ അങ്ങോട്ട് കൊടുക്കുന്നത്. ഈ ടൈപ്പ് കപ്പാസിറ്ററുകളൊക്കെ അല്ലേ? അപ്പൊ അവിടെ റെസിസ്റ്ററും ഡയോഡൊക്കെ അവിടെ വെച്ചു. കപ്പാസിറ്ററുകൾ നിങ്ങൾ അവിടെ വെക്കും. ഇപ്പോൾ ഫുള്ള് കമ്പോണൻസ് ആയി, എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് എവിടേക്കാ പോവാ? ഡിപ്പിങ്, സോൾഡറിങ്ങിന്. ഓക്കെ, അപ്പോൾ നമുക്കിനി സോൾഡറിങ്ങിലേക്ക് പോവുകയാണത്. ഡിപ്പിംഗ് സോൾഡറിങ് ആരാണ് അതിൻ്റെ?
എവിടെ അതിൻ്റെ ആളെവിടെ? അവിടെ ആളുണ്ട്. തിളച്ച് നിൽക്കുന്ന ലെഡാണ് ഇതല്ലേ? ആ ഓക്കെ. എന്താ കൊടുക്കണം? ഇത്രേ ഉള്ളൂ, മതി, തീർന്നു. പൊരിച്ചെടുത്തതാണ്, നല്ല ചൂടുണ്ട്. ഇനി ഇത് എവിടേക്കാ പോവാ? ഇതെവിടെ പോണം? ഈ ഇവിടെ 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 കട്ടിങ് 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 ഇവിടെ കട്ടിങ് ഇവര് കട്ട് ചെയ്യും അല്ലേ? 104 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി, കാരണം അത് ചൂട് അധികം ആവാൻ പാടില്ല ഈ കപ്പാസിറ്റി. അതുകൊണ്ടാണ് അത് ആ സോൾഡറിങ്ങിന്റെ ശേഷം ഇടണം. ഇട്ടോളൂ. ആ കോയിൽ ഇടണം, CT കോയിൽ ഇട്ടോളി. ഇവിടെ നിങ്ങൾ സോൾഡർ ചെയ്യപ്പോ ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചത് കേട്ടോ. ഒക്കെ ഞങ്ങൾ പഠിച്ചത്. ഇവിടുന്ന് പഠിപ്പിച്ചിട്ട് ഇവിടുന്ന് പഠിപ്പിച്ചു. ട്രെയിനിങ് ഇവിടെ കൊടുത്ത് നല്ല ഫാസ്റ്റാണ് ഈ കുട്ടി. മോസ്ഫെറ്റ് എവിടെ? ഈ സെക്ഷനിലേക്ക് ഇവരാണ് എടുത്തോ. ഇവരാണ് മോസ്ഫെറ്റ്. എവിടെയാണ് നിങ്ങളാ? ഇവിടെയാണ് മോസ്ഫെറ്റ്. ഓക്കെ, ഇതാണ് നമ്മളെ മോസ്ഫെറ്റ് അല്ലേ? ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും ഇതിൽ ഇടാന്നാണ്? 12 എണ്ണം ഇടുന്ന മോസ്ഫെറ്റിലിട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് ഇനി എവിടേക്കാ അത് പോവാ? സിങ്ക് ഇട്ടോളൂ. അപ്പോൾ തന്നെ ഇടൂ. സിങ്ക് ഇട്. ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സോൾഡറിങ് പിന്നെ ലാസ്റ്റാണ്. എന്നാൽ ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്യൂ. ട്രാൻസ്ഫർ ഒക്കെ ഫിറ്റ് ചെയ്ത് ഇനി സോൾഡർ ചെയ്യലും ബാക്കി. ഇവിടെ എന്തൊക്കെ വർക്ക്? ഇവിടെ നിങ്ങളല്ലേ? എന്നാ പിടിച്ചോ. എന്ത് ചെയ്യാൻ പോണ്? ലീഡ് കട്ട് ചെയ്യുക, അവിടെ സോൾഡർ ചെയ്യുക. ഫൈനൽ ചെക്കിംഗ് ആണ്. ഇത് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത വെച്ചിട്ട് ഫൈനൽ ചെക്ക് ചെയ്യണം. ഇട്ട് കഴിഞ്ഞു. ഇനി എവിടേക്കാ പോകുന്നത്? നെക്സ്റ്റ് ഇനി അസംബ്ലിയിലേക്ക് പോകും. അസംബ്ലിയിൽ അങ്ങോട്ട്. ഓക്കെ, ഇവിടെ കേസ് അല്ലേ? ഈ കേസുമ്മലാണ് ഇപ്പോൾ തുടങ്ങണ പണി. നിങ്ങളെ സ്വന്തം കേസ് അല്ലേ? ഇതൊക്കെ ഇപ്പോൾ ഇവർ ഫിറ്റ് ചെയ്താണ്. ബ്രേക്കർ വെച്ച് ഫാന് ഒക്കെ വെച്ച് കണക്ടർ. ഓക്കെ, എന്നാൽ ബോർഡ് ഉറപ്പിച്ചോളി. ഇതാ അപ്പോൾ വൈൻഡ് ചെയ്ത ട്രാൻസ്ഫോമർ റെഡി ആയിട്ടുണ്ട്. വാർണിഷൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എന്നാ നീ എന്താ ചെയ്യാണ്? നെട്ടും ബോൾട്ട് ഇടണ്ടേ? ഓക്കെ, ഇട്ടോളി. നെട്ടും ബോൾട്ട് ഇടൂ. കണക്ട് ഇടണം. ഓക്കെ, കണക്റ്റഡ്.
അത് പഞ്ച് ചെയ്യണ്ടേ? ഇത് ബാക്കിൽ പോകും. ബാഗ് വിട്ടിട്ട് ഫിറ്റിങ്ങിന് തന്നെ കൊടുത്തൂടെ? കൊടുക്കട്ടെ? എന്നാ വരി എനിക്ക് ട്രാൻസ്ഫോമറായി. ഇതെന്താ ഒരു പേപ്പർ വേണം സൗണ്ട് വരാതിരിക്കാൻ അല്ലേ? ഓക്കെ, ഈ സെക്ഷനിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്യട്ടെ. അപ്പോൾ 8 വോൾട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വെക്കണം അല്ലേ? ഈ കണക്ഷനെ കൊടുക്കണം. ഇത് എവിടെന്നാ ചെയ്യാ? ഇതവിടെ അവിടെ ചെക്കിംഗ് അസംബ്ലി കഴിഞ്ഞു. ഇത് കഴിഞ്ഞു. ഇനി ഫൈനൽ ചെക്കിംഗ് അവിടെ. ഞാൻ എടുക്കട്ടെ? എന്നാ പോട്ടെ, നമ്മളതിനെ എടുക്കാം. ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, PCB ഉറപ്പിച്ചിട്ടില്ല. എവിടെയാണോ? ഇതാ ഇത് കംപ്ലീറ്റ് ചെയ്തോളി. ഇനി എന്ത് ചെയ്യാൻ പോണോ ഇതിലെ? ഇയാളാണ്. ഓക്കെ, എങ്ങനെ? കയറ്റി. പിന്നെ വെച്ചോളൂ. അതിൽ CT കോയിലൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ഇതിപ്പോ ഇവിടെ സോൾഡർ ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ? അത് അപ്പുറത്ത് സോൾഡർ ചെയ്ത് ഉണ്ടാക്കി. ഈ PCBന്റെ പുറത്ത് ഡിസ്പ്ലേ ആണ് വെച്ചു. പിന്നെ 2 LED മാത്രം. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്മാർട്ട് ഇൻവേർട്ടർ. പുതിയ മോഡല് ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇന്നലെ അല്ലേ? അപ്പോൾ ഏതാനും ദിവസത്തിനുള്ളിൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആകും. പഴയ ആ ബോർഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ കോമ്പാക്റ്റായി സർവീസ് ചെയ്യാൻ വളരെ എളുപ്പം, പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റിയ ഫുൾ SMD കമ്പോണൻസും ഒരു മൊഡ്യൂളും വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം പ്രോഗ്രാമൊക്കെ ഈ ടൈപ്പ് ആക്കിയില്ലേ? ഇപ്പോൾ മൈക്രോ കൺട്രോളറൊക്കെ. ഓക്കെ, ഇതെന്താണ്? ആകെ 2 PCB ഉണ്ടാവുള്ളൂ? ഇനി ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹീറ്റ്സിംഗ് ഒക്കെ ഇതിന്റെ പുറത്ത് വന്നു അല്ലേ? ഓക്കെ, ഇത് ഫിറ്റ് ചെയ്തത് ഏതാണുള്ളത്? ഇതാ അല്ലേ? ട്രാൻസ്ഫോമർ സെയിം തന്നെയാണ്. അത് വ്യത്യാസം ഉണ്ടാ? ഈ സ്മാർട്ടും അതും കൂടി നമ്മൾ ആദ്യത്തെ ഇതും കൂടെ ഇത് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടിയതാണ് വെക്കുക. ട്രാൻസ്ഫോമറിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഇതിൽ വെച്ച് ഈ ബോർഡ് എവിടെ വെക്കല്? അവിടെ എങ്ങനെ വെക്കല്? ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്. ആ ഒരു ബോർഡിന് പകരം ഇവിടെ കയറി. ഇവിടെ പിന്നെ സോൾഡറിങ് അല്ല, കറക്റ്റ് ഇവിടെ 8 വോൾട്ട് ഇട്ടു അല്ലേ? ഓക്കെ, പിന്നെ ഒരു അഡീഷണൽ ഒരു CT കോയിൽ വന്ന് കറണ്ട് സെൻസിങ്ങിന് ഇതാണ് അല്ലേ? DC CT കോയിൽ വന്ന്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേയിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഡിസ്പ്ലേ ബോർഡ് സ്മാർട്ട് വൈഫൈയുടെ ഡിസ്പ്ലേക്കും വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തേത്. ഇതില് 2 ടൈപ്പ് ഉണ്ട്. ഇത് സ്മാർട്ട് അല്ലാത്തതാണ്. ഇതേ ടെക്നോളജി സ്മാർട്ട് അല്ലാത്തത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? ഇപ്പൊ ഫുൾ ഫിനിഷ് ചെയ്തത് ഏതാണ്? സ്മാർട്ട് തന്നെയാണ്. ഇപ്പൊ റെഡിയാണ്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെ സ്വന്തം നാട്ടിലുള്ള രണ്ടത്താണിയിലെ യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ ഐബ്ലാക്ക് പ്രൊഡക്ഷൻ നിർമ്മാണ ഫാക്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, നമ്മളെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇതുപോലത്തെ ഒരു ഫാക്ടറി നടത്തുന്നുണ്ട്, ഒരു 100 പേർക്ക്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ താഴെ ആ അടിക്കുറിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും അതിൽ ചേർക്കുക. ഞാനും എൻ്റെ ക്യാമറ സംഘവും അവിടെ വന്ന് നിങ്ങൾക്കൊരു പ്രൊമോഷൻ വീഡിയോ ഇതുപോലെ ചെയ്തു തരാം. ഇത് അബ്സല്യൂട്ട് ഫ്രീ ആണ്, ഇതൊരു രൂപയല്ല. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഇത്തരം സംരംഭങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത്.